എല്ലാരും ഇവിടെ നമ്മുടെ പുറത്തുനിന്ന് എല്ലാരും നമ്മുടെ ടീഷർട്ട് ഇടാത്ത സ്പൈഡറും എല്ലാരും ഇവിടെ വരേണ്ടതാണ്. സ്പൈഡർ എല്ലാം വന്ന് നിരന്നിക്കൂ. നമ്മുടെ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ പുതിയ കുറച്ച് വെടിവീരന്മാരെ നമ്മളിവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഒരു പ്രോപ്പർ റിക്രൂട്ട്മെന്റ് നമ്മളൊരു ചെയ്തിട്ടില്ല, പ്രോപ്പർ എൻട്രി ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. സോ അവരെ നമ്മളൊന്ന് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് എഫോർട്ട് ഇട്ട എല്ലാവർക്കും അലോങ് വിത്ത് നമ്മുടെ മാക്കായാലും ഷെയ്ഖ് ആയാലും നമ്മുടെ ഇവിടെ ഇല്ലാത്ത ഷമീർ ആയാലും നമ്മുടെ ഗോഡ് ഫാദർ ആയാലും എല്ലാവരുടെയും സാർബായിട്ട് നമ്മൾ ഇവിടേക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു. ആൻഡ് നമ്മൾ അതെ ഈ മൈക്കൊന്ന് മാറ്റി പിടിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ എന്താണെന്ന് വെച്ചാൽ റിക്രൂട്ട്മെന്റ് ആണ്. നമ്മൾ ഇതിന്റെ പ്രീമിയർ വീഡിയോ നമ്മൾ പുറത്തിട്ടിരുന്നു, എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഈ റിക്രൂട്ട്മെന്റിനെ പറ്റി 2 വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓൾ ഇൻ ഓൾ അഴകരാജായ നമ്മുടെ മാക്കിനെ വിളിക്കുന്നു. പെണ്ണില്ലാത്ത മാക്ക് 2 വാക്ക് സംസാരിക്കുന്നു. അല്ല ഇവിടെ എന്നോട് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞാണ്ട് പിന്നെ എനിക്കൊന്നും പറയാൻ കിട്ടില്ല. എല്ലാവരും ആദ്യം തന്നെ ഒരു വലിയ വേദിയിൽ വെച്ച് എന്നെ പെണ്ണില്ലാത്ത മാക്ക് എന്ന് പറഞ്ഞ അപമാനിച്ച ബ്ലേക്കിനെ 14 സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. നമ്മൾ നല്ല അടിപൊളി പിള്ളേരെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവർക്ക് ഒരു ഒഫീഷ്യൽ ഇൻവൈറ്റ് ഇതുവരെ കൊടുക്കാൻ പറ്റില്ല. എല്ലാവർക്കും ഒരു കിടിലം ഒരു ഇൻവൈറ്റ് അല്ലെങ്കിൽ ഒരു വെൽക്കം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് തന്നിട്ടുണ്ട്. അല്ല കിട്ടാത്തോലാരും ടെൻഷൻ ആവണ്ട. വരുന്ന വീഡിയോകളിലൊക്കെ എല്ലാരും ഉണ്ടാവും. കിട്ടാത്തവർക്ക് ഇന്നത്തോട് കൂടി ലോകം അവസാനിക്കുന്നില്ല. ലൈനപ്പിന്റെ ആവശ്യമില്ല. അത് നമ്മളെ സ്വന്തം ഫംഗ്ഷൻ അല്ലേ. അത് വെറുതെ റിവീൽ ചെയ്യുന്നതിന്റെ ഇടയിൽ വെറുതെ ഇതിൽ ഡിസിപ്ലിൻ അതിന്റെ ആവശ്യമില്ല. ചോദിച്ചാൽ നമ്മുടെ പുതിയ കുട്ടികളെ, നമ്മുടെ പുലിക്കുട്ടികളെ അതിന്റേതായ രീതിയിൽ എല്ലാവർക്കും കിട്ടി അതേ രീതിയിൽ ഒരു കുറവില്ല. നമ്മൾ വീണ്ടും അവർക്കൊരു കൊടുക്കാനാണ്. ലൈനപ്പിന്റെ ആവശ്യമില്ലടാ. ചാർലി നിനക്ക് അത് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? കാര്യങ്ങൾ നമ്മുടെ ഹോളിഡേയ്സ് ആയ നെടുത്തോടുകൾക്ക് പറയാനുണ്ട്. അതൊന്നും എല്ലാവരും കേൾക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി ഷേക്ക് പറയും. ഇന്ന് ഇങ്ങനത്തെ സ്റ്റേജ് കേട്ടിട്ടാണ് സംസാരിപ്പിക്കരുത്. നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ സിറ്റിയുടെ കണ്ണിലുണ്ണിയായ സിറ്റിയുടെ ഓരോ ഇല്ല എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാല്ല. എനിക്ക് ഇങ്ങനത്തെ വേദികളിൽ കയറി എനിക്ക് സംസാരിക്കാൻ കിട്ടില്ല. മനസ്സിലായോ? ഞാൻ പുതുക്കും. അല്ല അത് നാണത്തിന്റെ അല്ല. ഞാനക്ക് പാട്ടല്ല, ഞാനക്ക് താരാട്ട പാടി തന്നെ കഴിഞ്ഞിട്ട്. ഇല്ലല്ല എനിക്കത് സംസാരിക്കാൻ കിട്ടില്ല. ഒന്നത് കണ്ടോ ഞാൻ പുതുങ്ങും. കണ്ടോ എനിക്ക് സീരിയസ്ലി എനിക്ക് പറയാൻ കിട്ടാത്തോണ്ടാ. ഞാൻ ആവും മേക്കെ കൈകാര്യം ചെയ്യണമെന്ന് അറിയുന്നത് എനിക്ക് കഴിയില്ല. എടാ മേക്കെ നാറി നമ്മുടെ ഈ പിള്ളേരുടെ പുതിയ വീഡിയോ നമ്മളെല്ലാരും കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊന്നും കൂടി ഒഫീഷ്യലായിട്ട് നമ്മുടെ ഈ വലിയ സ്ക്രീനിൽ വിജൃംഭിച്ച സ്ക്രീനിൽ ഒന്നുകൂടെ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാരും അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. ഓക്കെ വേദിയിലോട്ട് വിളിക്കുന്നു. ഒന്ന് വീഡിയോ മൈക്ക് കിട്ടിയ ഇങ്ങനെ സംസാരിക്കാന്ന് കാണുന്നത് ഇവനാണ്. ഞാൻ അത് വൃത്തിക്ക് കണ്ടിട്ടില്ല. ഒന്ന് നോക്കട്ടെ. കുറച്ച് ബാക്കിലോട്ട് ഇരുന്നാ മതി. ഇതില് മൊട്ടഷിപ്പ് അവിടെ ഇൻഫർമേഷൻ കൊടുത്താൻ പോയിട്ട് അവനെ ഇതുവരെ കണ്ടില്ല. എക്സ്പ്രഷൻ ഇട്ടോ ഒന്നുകൂടി കൺഫേം ആയിട്ട് മതി ഓറാകല്ലേ.
മാലിക്കിന്റെ പുതിയ സ്റ്റുഡിയോന്റെ പേരാട്ടോ, സൂയി സ്റ്റുഡിയോസ്. എല്ലാരും മാക്സിമം സപ്പോർട്ട് ആയി കൊടുക്കണേ. ചെറുക്കാരാവാൻ പാടില്ലാതെ ഉണ്ടാക്കിയ വീഡിയോ ആണ്. നിന്ന് കപ്പൽ തീരത്തോട് അടുക്കുമ്പോൾ ആ വലിയ കൺസൈൻമെന്റ് ഒരു ബോട്ടിലേക്ക് മാറ്റും. അവിടെ നമ്മുടെ ആൾക്കാർ കാത്തു നിൽക്കുന്നുണ്ടാകും. കോസ്റ്റ് ഗാർഡ് പോലും അറിയാതെ നിശബ്ദമായി ബോട്ട് തിരമാലകളെ കീറി മുറിച്ചു നീങ്ങണം. കടലിൽ നിന്ന് സാധനം കരയ്ക്ക് കയറിയാൽ ഉടൻ രണ്ടാമത്തെ കളി തുടങ്ങും. കിലോമീറ്ററുകൾ നീളുന്ന ഹൈവേയിൽ 2 കണ്ടെയ്നറുകൾ ഒരേ സമയം പുറപ്പെടും. ഒന്ന് പോലീസിനെ പറ്റിക്കാനുള്ള ഡമ്മി, മറ്റൊന്നിൽ നമ്മുടെ അമൂല്യമായ ചരക്ക്. ട്രാഫിക് സിഗ്നലുകളും ക്യാമറകളും നമ്മുടെ ആളുകൾ ഹാക്ക് ചെയ്തിരിക്കും. ഒരു പോലീസുകാരൻ്റെ പോലും കണ്ണിൽപ്പെടാതെ കാറ്റിനേക്കാൾ വേഗതയിൽ ആ ചരക്ക് നമ്മുടെ താവളത്തിലെത്തിയിരിക്കണം. ഓർത്തുവെച്ചോ, നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി ചോര പോലും അവർ കാണരുത്. പക്ഷേ അവരുടെ അവസാന ശ്വാസം നമ്മൾ അറിഞ്ഞിരിക്കണം. ഓപ്പറേഷൻ തുടങ്ങുക, ഒന്നും ബാക്കി വെക്കരുത്. പക്ഷേ ഒരു കാര്യം മറക്കണ്ട, നമ്മൾ മാത്രം ലക്ഷ്യം വെച്ചല്ല ഈ വേട്ടയ്ക്കിറങ്ങുന്നത്. ആകെ പേടിക്കേണ്ടത് അവരെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മേലെ എപ്പോഴും ഒരു കണ്ണ് വേണം. നമ്മളുടെ ഒരു ടീം അവരുടെ പിന്നിൽ എപ്പോഴും ഉണ്ടാവണം. ചാറ്റ് ചില്ലായിരുന്നു കാണാൻ, ചില്ലാവ്. നമ്മുടെ ഷിപ്പ് ആരോ ബ്രീച്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്. ടീം എല്ലാവരും ബി അലേർട്ട്. ആടിയേ ലൈനപ്പ് മാറ്റുന്ന എനിക്ക് മനസ്സിലായില്ല. കിടങ്ങാൻ വേണ്ടി പറ്റി. എന്താണ് ഫാൽക്കന്റെ ഇത് ഇങ്ങനെ? ഫാൽക്കത്ത് അവിടെ ഇരിക്കണ വലത്തെ ഭാഗത്ത്. വിടർന്ന് നോക്കിയിരിക്കാതെ വീഡിയോ വേണം. കരിമിന്റെ ഈ ഷോർട്ട് സത്യം പറഞ്ഞാൽ നല്ല ഇഷ്ടം. ആ പോക്കറ്റ് ഉള്ളത് ഇങ്ങനെ വരുന്ന ആ നടത്തത്തിന് തന്നെ ഒരു മാസം ഉണ്ട്, മനസ്സിലായോ? ഒരു ബൾക്കി നടത്താണത്. കുനിഞ്ഞിട്ടുള്ള ഓട്ടം, മണി പൊട്ടി. പിന്നെ മണി ഗ്യാങ് ഡ്രസ് ഫാൽക്കൻ ഇടാൻ പറ്റൂല, ഓനെ സസ്പെൻഷനാ ഗ്യാങ്. ഈ സസ്പെൻഷൻ എന്താണ്? ഗ്യാങ് റെസ്ട്രിക്ഷനാ, സസ്പെൻഷൻ അല്ല റെസ്ട്രിക്ഷനാ. ഗ്യാങ്ങിൽ 30 ദിവസം കളിക്കാനല്ല, 15 ദിവസം. അടിപൊളി ഷോട്ട്. സാമാനത്തിന്റെ വലിപ്പമുണ്ടോടാ? ചോട്ടാ ബീഫ് എന്ന് പറഞ്ഞ ഏതാടാ പുള്ളിയെ ദുർബലാണോടാ? ആ അടിയേ
ഷെമീർ എന്തല്ലേ വരത്ത അറിയില്ലടാ, അറിയില്ല. വിഷയം ഷോട്ടാ ഹൈറ്റ് ഉണ്ടോ? എന്റെ ഒരു ഷോട്ടൊക്കെ ഉണ്ട് മോനെ. അതൊക്കെ ഞാൻ കൺസെപ്റ്റ് മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ഷോട്ടൊക്കെ മാലിക്ക് ഡബ്ല്യു ആക്കിയിട്ട് സത്യം പറഞ്ഞ ഇതൊക്കെ കണ്ടോ. എന്റെ ഒരു സാധനം വരാണ്ട് അതൊക്കെ കേട്ടോ. അതൊക്കെ വിഷയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയാണ്. തരുന്ന പോലെ ആശാന് ഞാൻ വാക്ക് തരുന്നു. രണ്ടിലൊരാൾ വീഴുന്നത് വരെ യുദ്ധം. വീഴുന്നത് പക്ഷെ ഞാനായിരിക്കില്ല. ഡയറക്ടർ പ്രൊഡ്യൂസർ വെൽക്കം. വിഷയം ഷോട്ടാണ് അതൊക്കെ. ഈ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ടല്ലോ കിടിലനാണ്. അതൊക്കെ ചെയ്യാറ് റിസ്ക് ആടാ. നമ്മൾ വിചാരിക്കണ വരെ അത്ര എളുപ്പമുള്ള പരിപാടി ഒന്നല്ലത്. മാൽപ്രോ എന്നാടാ ബ്രൂസ്. കള്ളം ഇതാണ് ഇതിന്റെ എപ്പിക് സാധനം. ഇതാണ് മനസ്സിലായോ. അവനെ പ്ലക്കാ കൊണ്ടുപോയി. ഇസ്മായിൽ ഏതല്ലേ ഇസ്മായിലെ പ്ലക്കാൻ കൊണ്ടുപോയതാണ്. ഇവിടെ പുള്ളിന്റെ ഒരു ഷോട്ട് ഉണ്ട് മോനെ. അമ്മിണി പണ്ണി അമ്മിണി കളിച്ചു. അമ്മിയുടെ കളി വലിയ അമ്മിണി. യൂട്യൂബ് മൊത്തം ഇതിനകത്തായെന്ന് അറിഞ്ഞേ. പ്ലക്കിട്ട് നിർത്തിക്ക് നോക്കിയേ. പ്രണവ് അറിയില്ലടാ. പ്രണവ് എവിടെ അറിയില്ല. നിന്റെ ഗ്യാങ്ങിൽ നിന്ന് ഇനി ആരും വരാൻ പോകുന്നില്ല. എന്താ വരാണ്ട് എന്തിനേ ഒരുത്തം മതി. എടാ ഇനി കിങ്ങിന്റെ ഫേസ് റെഡി അല്ലടാ. സത്യം പറഞ്ഞ ഫേസിന് കുറച്ച് പ്രശ്നമുണ്ട്.
ഓക്കെ വീഡിയോ കണ്ടേ വീഡിയോ നല്ലൊരു വീഡിയോ തന്നെയാണ് ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ നമ്മുടെ സ്വന്തം റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ നമ്മുടെ സ്വന്തം ഷെയ്ഖാൻ. നമ്മുടെ വീഡിയോ പിടിച്ചതും ക്യാമറ ചെയ്തതും എഡിറ്റ് ചെയ്തതെല്ലാം നമ്മുടെ സ്വന്തം മാലിക്. ഇതിൽ അഭിനയിച്ച നമ്മുടെ സ്വന്തം ഷെയ്ഖ് ആയാലും മാക് ആയാലും നമ്മുടെ ബുള്ള്, പിന്നെ നമ്മുടെ കരിമീന്, കിച്ചു, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അലോങ് വിത്ത് നമ്മുടെ സ്വന്തം ഇസ്മായിൽ, പിന്നെ ആരാ വിട്ടുപോയത്? ഇവരെല്ലാരെയും നമ്മുടെ അഭിനയിച്ച എല്ലാവർക്കും വളരെയധികം നല്ലൊരു അഭിനയമായിരുന്നു. അടിച്ചുറക്കിയിട്ടുണ്ട് എല്ലാത്തിനും. താങ്ക്സ് പറയുന്നുണ്ട്. ആൻഡ് നമുക്ക് നെക്സ്റ്റ് ഇതിലോട്ട് പോകാൻ, നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോകുന്നതായിരിക്കും. എല്ലാരും റിവീലിംഗ് ആണ്. അപ്പം ഇതില് നമ്മള് വീഡിയോയിൽ കാണിക്കാത്ത രണ്ടാൾക്കാര് അല്ല ഇജ് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞ എനിക്കെത്താതെ. ഓക്കെ ഇത് നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോയിൽ നമ്മള് കാണിക്കാത്ത രണ്ടാൾക്കാരൂടെ ഉണ്ട്. അവരെ കൂടെ നമ്മള് സ്റ്റാർട്ടിങ് തൊട്ടേ നമ്മളെ കൂടെ ഉള്ളതാണ്. അത് നമ്മള് സ്റ്റാർട്ടിങ് തൊട്ടേ നമ്മുടെ കൂടെ ഉള്ളതാണ്. സർപ്രൈസ് ആണ്, സർപ്രൈസ്. കയ്യിലിരിപ്പുണ്ട്. ഇതുവരെ ഗ്യാങ് ഡ്രസ് ഇടാൻ പറ്റും. കയ്യിലിരിപ്പുണ്ട് ഇതുവരെ ഗ്യാങ് ഡ്രസ്. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് റിവീൽ ചെയ്യാം. സോ ഗൈസ്, ചാർലി റിവീൽ ചെയ്തു. ചാർലി നമ്മുടെ സ്വന്തം ബിലാൽ എന്ന ഫ്രണ്ട് ബിലാല് സോറി ഓക്കെ ബിലാൽ ഉസ്മാൻ നമ്മുടെ സ്വന്തം. ഇതാണ് നമ്മള് റിവീൽ ചെയ്യാത്ത. എടാ നീക്കല്ല എല്ലാരും ക്ലോസ് ആയിട്ട് പോലെ. ക്ലോസ് ആയിട്ട് എടാ മൂവിക്കല്ല. എങ്ങനെയുണ്ട് ബിലാലെ? How do you feel now? അമ്മിണി അമ്മി ഉറങ്ങി പശുവിനോട് വിളിച്ചെടുക്കാം. ജീവനുള്ള ഡെമ്മി എങ്ങണ്ട് ഡ്രസ് രസമുണ്ടോ? ഉസ്മാൻ വന്നു ഒച്ചപ്പാട് തുടങ്ങി. How do you gonna perform in this pitch? This gonna be a weather like owing goal. Would you like to choose goal in your batting? എങ്ങനെയുണ്ട്? തിരിച്ചു വന്നു, അത്രേ ഉള്ളൂ. Could you please express your feelings towards us? ഇതെന്താ ഈ പുളിച്ചാണോ? Malik, hello. Hello. I think he's been welcome to Martin. കൊച്ചാപ്പി Bruce, സെറ്റല്ലേ? good morning. Kochapi. How do you feel now? എന്താടാ ടക്കായി? You are feeling proud that you started playing for Martin എന്താടാ like 2 ടക്കായി? weeks ago. You just came to മാലിക how do you know വൺ ആൻഡ് ഓൺലി സൈ മാലിക്. മാലിക് ഉറങ്ങട്ടെ വെച്ചാണ്ടപ്പോ വിളിച്ച പോലെ പറഞ്ഞ മുമ്പ്. let's go to the cameo. എന്താടാ തക്കായി? Follow me. കോട്ടറെന്തേ? Follow me. Where is that falcon? Yes. Let's go to falcon. Come. കോട്ടറെന്തേ അപ്പൊ? ആ കോട്ടറെ എങ്ങണ്ട് സെറ്റല്ലേ കോട്ടറെ? ഞാൻ